പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ജിസ് ഗലി മേ മേ രഹ്താ ഹൂം. ആരാണ് ഇത് എഴുതിയതെന്നറിയാമോ? ഉറുദുവിലെ പ്രശസ്ത കവിയായിരുന്ന മിർസ ഖാലിബ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മിർസ അസദുല്ല ബേഗ് ഖാൻ ഖാലിബ്. അദ്ദേഹം ആരായിരുന്നു? അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന, അതായത് മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ബഹാദൂർ ഷാ ജഫറിന്റെ രാജ ദർബാറിലെ രാജ സദസ്സിലെ ഒരു പ്രത്യേക കവിയായിരുന്നു മിർസ ഖാലിബ്. ഏകദേശം 1857 ആദ്യത്തെ ജനവിപ്ലവം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ ജനവിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ധാരാളം ഭാരതീയരെ നിഷ്കരുണം വധിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെയുള്ള എല്ലാ ആളുകളും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ഭാഗത്തേക്കും പലായനം ചെയ്തു. എന്നാൽ മിർസ ഖാലിബിനെ പോലെ പ്രായം ചെന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ഓരോ കിരാത പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായി. അതെല്ലാം വേദനയോടുകൂടി തൻ്റെ ഒരു ഡയറിയിൽ, ദസ്തംബു എന്നു പേരുള്ള തൻ്റെ ഡയറിയിൽ അദ്ദേഹം കുറിച്ചിട്ടു. എന്നാൽ ആ ദസ്തംബു എന്ന ഡയറിയിലെ ഒരല്പഭാഗം മാത്രമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്. മിർസ ഖാലിബ് ജനിച്ചിരിക്കുന്നത് 1796 ഡിസംബർ 27 ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടത് 1869 ഫെബ്രുവരി 15 ഉറുദുവിലെയും ഫാർസിയിലെയും മഹാനായ ഒരു കവിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ അല്പം മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷുകാർ എത്രത്തോളമാണ് ഇന്ത്യക്കാരെ ഉപദ്രവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മിർസ ഖാലിബ് തൻ്റെ ഡയറിയിലൂടെ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറയുന്നത്, ബ്രിട്ടീഷുകാരായ ആളുകൾ ഡൽഹിയിലേക്ക് വന്നപ്പോൾ തന്നെ ഡൽഹിയിലുള്ള ഭാരതീയരെ കൊല്ലുകയും അവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ വീടുകൾ പോലും കത്തിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പല ആളുകളും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡൽഹി എന്ന തങ്ങളുടെ ജന്മദേശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങോട്ടോ അവരോടി മറഞ്ഞു. എന്നാൽ മിർസ ഖാലിബിനെ പോലെ പ്രായാധിക്യം കൊണ്ട് അധികം സഞ്ചരിക്കാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീകളും ചില കുട്ടികളുമൊക്കെ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. മിർസ ഖാലിബ് താമസിക്കുന്നത് ഒരു കോളനിയിലായിരുന്നു. ആ കോളനിയിൽ ഏകദേശം 12 വീടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കുടിവെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഒരു കിണർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അകലെ ചെന്നുകൊണ്ട് ശേഖരിക്കണമായിരുന്നു. അങ്ങനെ അവർ 12 വീട്ടുകാരും ആ കോളനിക്കകത്ത് നിൽക്കുകയും ആ കോളനിക്കകത്തേക്ക് കടന്നു വരാനുള്ള ഒരേ ഒരു കവാടം അവരടക്കുകയും ചെയ്തു. എന്നിട്ട് പെട്ടെന്നൊന്നും തുറക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ആ വാതിലിന്റെ ഭാഗത്ത് വെക്കുകയും ചെയ്തു. ഒരല്പ ദിവസം അവർ മുന്നോട്ട് പോയി. അപ്പോഴേക്കും തങ്ങൾ ശേഖരിച്ചിരുന്ന ധാന്യങ്ങളും വെള്ളവും കുറയാൻ തുടങ്ങി. അവസാനം ധാന്യങ്ങൾ തീരുകയും വെള്ളം കൊണ്ട് മാത്രം മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇത് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? അങ്ങനെ അവരുടെ അവസാനത്തെ കുടവും തീർന്നപ്പോൾ പിന്നീട് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവുമില്ലാതെ 2 പകലും 2 രാത്രിയും വരെ അവർ കഴിച്ചുകൂട്ടി. പിന്നീട് ദാഹം സഹിക്കാൻ കഴിയാതായപ്പോൾ അവർ തന്നെ അടച്ചിട്ടിരുന്ന വാതിൽ തുറന്നുകൊണ്ട് വെള്ളത്തെ തേടിക്കൊണ്ട് പുറത്തേക്ക് പോയി. പക്ഷേ ഒരുപാട് ദൂരം ചെന്നിട്ടും ഒരല്പം കുടിവെള്ളം അവർക്ക് കിട്ടിയില്ല. നിരാശരായി മടങ്ങുമ്പോൾ അവർ ജോലി ചെയ്യുന്ന വെടിമരുന്ന് ശാലയുടെ അടുത്തെത്തി. ആ വെടിമരുന്ന് ശാലയിൽ അല്പം വെള്ളം അവർക്ക് കാണാൻ സാധിച്ചു. ആ വെള്ളം എന്ന് പറയുന്നത്
വെടിമരുന്ന് കലങ്ങിയ വെള്ളമായിരുന്നു. വളരെയധികം ദുർഗന്ധം വമിക്കുന്നതും വളരെ കയ്പേറിയതുമായ വിഷം കലർന്ന വെള്ളം. അവർക്കറിയാം ഇത് കുടിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ എന്തു ചെയ്യാം? വെള്ളമില്ലാതെ എങ്ങനെ ഞങ്ങൾ ആ കോളനിയിലേക്ക് ചെല്ലും? അവിടെ എത്തുമ്പോൾ കുട്ടികൾ ഞങ്ങളോട് വെള്ളം ചോദിക്കും. വെള്ളമില്ലാതെ ചെല്ലാൻ പ്രയാസമായിരുന്ന അവർ ഇതെന്ന് കരുതിക്കൊണ്ട് വിഷം കലർന്ന വെടിമരുന്ന് കലങ്ങിയ ആ വെള്ളത്തെ ശേഖരിച്ചുകൊണ്ട് അവർ കോളനിയിലേക്ക് പോവുകയാണ്. കോളനിയിലെത്തിയപ്പോൾ അവർ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ആർക്കും അതിന് പ്രയാസമുണ്ടായിരുന്നില്ല. കിട്ടിയ വെള്ളം കുടിക്കാൻ വേണ്ടി അവർ തിരക്ക് കൂട്ടുന്നു. അങ്ങനെ വളരെയധികം കയ്പേറിയതും ദുർഗന്ധമുള്ളതുമായ വെള്ളത്തെ അവർ കുടിക്കുകയാണ്. കുടിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ തോന്നുന്നത്, സത്യത്തിൽ ഇത് വെള്ളമല്ല, ഞങ്ങൾ കുടിക്കുന്നത് മരണത്തെയാണെന്ന് അവർക്ക് തോന്നുകയാണ്. അതായത് ഈ വെള്ളം കുടിച്ചാൽ എന്തായാലും മരിച്ചു പോകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അത്രയും പ്രയാസങ്ങളേറിയ ഘട്ടങ്ങളിലൂടെയാണ് മിർസ ഗാലിബിനെ പോലുള്ളവർ ജീവിതം തള്ളി നീക്കിയത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യം അവരിലേക്ക് വർഷിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം വല്ലാത്ത ശക്തമായ മഴ പെയ്യുകയാണ്. ആ മഴ പെയ്തപ്പോൾ അവർ വലിയ വിരിപ്പുകൾ കൊണ്ടുവന്ന് ആ വിരിപ്പുകൾ കെട്ടുകയും ആ വിരിപ്പിൻ്റെ താഴെ വലിയ മൺകുടങ്ങൾ വെക്കുകയും ചെയ്തു. വെള്ളത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ശേഖരിക്കുകയാണ്. അന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്വത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആ ശുദ്ധജലം തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് അവരിലേക്ക് പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കടന്നു വരികയാണ്. എങ്ങനെയോ ബ്രിട്ടീഷുകാർ ഈ കോളനി കണ്ടുപിടിക്കുകയും അവർ വാതിലുകൾ തള്ളി തുറന്നുകൊണ്ട് മിർസ ഗാലിബിനെ അറസ്റ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹത്തിന് സേവനം ചെയ്യുന്ന ആളുകളെയും അദ്ദേഹത്തിൻ്റെ അയൽവാസികളെയും പിടിച്ചുകെട്ടി അവർ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നേരെ ഹാജരാക്കിയത് കേണൽ ബ്രൗൺ എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷ് ഓഫീസറുടെ മുന്നിലേക്ക്. അങ്ങനെ ഓരോരുത്തരായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ ഇദ്ദേഹം കേണൽ ബ്രൗൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ മുഖം നല്ല രക്തത്തിൻ്റെ നിറമാണ്. കണ്ണുകൾ പോലും ചുവന്ന് തുടുത്തതായിരുന്നു. അദ്ദേഹം തുറിച്ചു നോക്കിക്കൊണ്ട് മിർസ ഗാലിബിനോട് ചോദിക്കുന്നു, താങ്കൾ എന്ത് ചെയ്യുന്നു? താങ്കളുടെ പ്രവർത്തനം, താങ്കളുടെ ജോലി എന്താണ്? അദ്ദേഹം ശാന്ത സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കവിയാണ്. ഞാൻ ഒരു ഉറുദുവിൽ കവിത എഴുതുന്ന, കവിത രചിക്കുന്ന ഒരു കവിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെയധികം ഗൗരവത്തിൽ നിന്നിരുന്ന കേണൽ ബ്രൗണിൻ്റെ മുഖം വിടരുകയാണ്. ചോദിച്ചു, നിങ്ങൾ ഒരു കവിയാണോ? തും പോയറ്റ് ഹോ? നിങ്ങൾ കവിയാണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ. ഉടനെ തന്നെ കേണൽ ബ്രൗൺ പട്ടാളക്കാരോട് പറഞ്ഞു, ഇദ്ദേഹം കവിയാണ് എങ്കിൽ ഇദ്ദേഹത്തെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കൂ. ഉടനെ തന്നെ മിർസ ഗാലിബ് പറഞ്ഞു, സർ, ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകളും കവിത എഴുതുന്നവരാണ്. അവർക്കും കവിതയിൽ വാസനയുണ്ട്. അവരെ കൂടി ഒന്ന് വെറുതെ വിടാമോ? ഉടൻ തന്നെ കേണൽ ബ്രൗൺ പറയുന്നു, എങ്കിൽ അവരെ കൂടി നിങ്ങൾ വെറുതെ വിടൂ, ഇവരെ വീട്ടിലേക്ക് എത്തിക്കൂ. മിർസ ഗാലിബ് പറയുന്നുണ്ട്, കവിതയുടെ കാരണത്താൽ 50ഓളം ആളുകളുടെ ജീവൻ അന്ന് രക്ഷപ്പെടുകയുണ്ടായി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കേണൽ ബ്രൗൺ അത്ര ക്രൂരനാണെങ്കിലും കവിതയെയും കവിയെയും വളരെയധികം ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഭാഗത്ത് നമ്മൾ ഇത്രമാത്രമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതിനെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്യാം. എല്ലാവരും നല്ല പോലെ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പറയാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ കൂടി നല്ല പോലെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന വാക്യാർത്ഥങ്ങളെ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തേക്ക് പോകാം. നമ്മുടെ പുതിയ പാഠത്തിൻ്റെ പേര് ജിസ് ഗലീമേം മേ റഹ്താഹും. ജിസ് ഗലീമേം, ആ തെരുവിലാണ്, മെയിം, ഞാൻ, റഹ്താഹും, താമസിക്കുന്നത്. ഇവിടെ മേം എന്നത് 2 എണ്ണം വന്നിട്ടുണ്ട്. ആദ്യത്തെ മേം ഇൽ, ഇംഗ്ലീഷിലെ ഇൻ എന്ന അർത്ഥത്തിലും, 2 വരെയും ഒരു കുത്തും വരുമ്പോൾ ഞാൻ എന്ന അർത്ഥത്തിലുമാണെന്ന് മനസ്സിലാക്കുക. മേം എന്ന സബ്ജക്റ്റ് സർവനാമം വരുമ്പോൾ അവസാനം ഹൂം എന്ന രൂപമാണ് നൽകുക. ഹെ എന്ന് കൊടുക്കാൻ പാടില്ല. നോക്കൂ, ഇത് എഴുതിയിരിക്കുന്നത് ഉറുദുവിലെ അറിയപ്പെടുന്ന കവി മിർസ ഗാലിബ്
ഈ പാഠം ഡയറിയാണ്. ദസ്തംബു എന്ന അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് എടുത്ത ഒരല്പഭാഗമാണ് ഈ നോക്കൂ. മിർസ ഗാലിബിനെ പറ്റി അല്പമൊന്ന് നമുക്ക് മനസ്സിലാക്കാം. മിർസ അസദുല്ല ബേഖാൻ ഗാലിബ്, അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയുമൊക്കെ അല്പമൊന്ന് മനസ്സിലാക്കുക. നോക്കൂ, 27 दिसंबर 1796 को ഉത്തർപ്രദേശ് കെ ആഗ്ര में ജന്മ. അദ്ദേഹത്തിൻ്റെ ജനനം ഡിസംബർ 27, 1796 ഉത്തർപ്രദേശിലെ ആഗ്രാമീം ജന്മ, ആഗ്ലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഉറുദു ഏവം ഫാർസി കെ, ഉറുദുവിലെയും ഫാർസിയിലെയും മഹാൻ ഷായർ, മഹാനായ കവിയായിരുന്നു. മുഗൾ കാൽ കെ ആഖിരി ശാസക്, മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലെ ആഖിരി ശാസക്, അവസാനത്തെ ഭരണാധികാരിയായ ബഹാദൂർ ഷാ ജഫർ കെ, ബഹാദൂർ ഷാ ജഫറിൻ്റെ ദർബാരി കവി, രാജസദസ്സിലെ കവിയായിരുന്നു അദ്ദേഹം. 15 ഫെബ്രുവരി 15, 1869 को 1869 ദില്ലി മേം മൃത്യു, ഡൽഹിയിൽ വെച്ചായിരുന്നു മരണം. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ ഡയറിയെ ദസ്തംബു എന്നാണ് അറിയപ്പെടുന്നത്. അതിലുള്ള ഒരല്പഭാഗം മാത്രമാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ളത്. സൻ 1857 में 1857 ഭാരത് കി പെഹലി, ഭാരതത്തിൻ്റെ പെഹലി ജനക്രാന്തി ഹുയി, ആദ്യത്തെ ജനവിപ്ലവം ഉണ്ടായി. ഭാരതത്തിലെ ആദ്യത്തെ ജനവിപ്ലവം ഉണ്ടായി. ഹസാറോ നിർദോഷ് വ്യക്തിയും കോ, ആയിരക്കണക്കിന് നിർദോഷ്, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ വ്യക്തികൾക്ക് ആസാദി കി ഇസ് ലഡായിമേം, സ്വാതന്ത്ര്യത്തിൻ്റെ ഇസ് ലഡായിമേം, ഈ ലഡായിമേം യുദ്ധത്തിൽ അംഗ്രേസോംനെ, ഇംഗ്ലീഷുകാർ മാർഡാല, കൊന്നൊടുക്കി. ഗാലിബ്, മിർസ ഗാലിബ് ഉൻ ദിനോം, ആ ദിവസങ്ങളിൽ ദില്ലി മേം ഥേ, ഡൽഹിയിൽ ആയിരുന്നു. അംഗ്രേസോം കെ അത്യാചാരോം കോ, ഇംഗ്ലീഷുകാരുടെ ആക്രമണത്തെ, ഖുദ് സ്വയം, ഉനോംനെ ദേഖ, അദ്ദേഹം കണ്ടു, നേരിട്ട് തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. തബ്, അപ്പോൾ, ഉനോംനെ, അദ്ദേഹം, ഏക് ഡയറി ലിഖി ഥി, ആ സമയത്ത് ഈ കിരാതമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെ ഒരു ഡയറിയുടെ രൂപത്തിൽ അദ്ദേഹം എഴുതി. ആ ഡയറിയുടെ പേരാണ് ദസ്തംബു. ദസ്തംബുമേം, ആ ദസ്തംബു എന്ന ഡയറിയിൽ ഗാലിബിനെ, മിർസ ഗാലിബ് 1857 में 1857 ദില്ലി കാ ഹാൽ, ഡൽഹിയുടെ യഥാർത്ഥ അവസ്ഥയെ ലിഖാഹെ, എഴുതിയിട്ടുണ്ട്. ഇസ്മേം, ഇതിൽ സാധാരണ ആത്മീകോ, സാധാരണക്കാരായ വ്യക്തികളെ, ആ വ്യക്തികളുടെ മുസീബത്ത് ഔർ, അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും, അതുപോലെ തന്നെ ഭൂക്ക് തഥാ പ്യാസസെ, ഭൂക്ക് വിശപ്പ് കൊണ്ടും, തഥാ പ്യാസസെ, അതുപോലെ തന്നെ ദാഹം കൊണ്ടും, തടപ്തെ, പിടഞ്ഞുകൊണ്ടിരിക്കുന്ന, ലോകോം കാഭി, ജനങ്ങളുടെയും, സിക്രഹെ, ചർച്ച ഉണ്ട്, ആ ഡയറിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. യഹ് പാഠ്, നമ്മുടെ ഈ പാഠം അല്ലെങ്കിൽ ഈ പാഠഭാഗ്, ഈ പാഠഭാഗം ദസ്തംബൂസെ, ദസ്തംബു എന്ന ഡയറിയിൽ നിന്ന് ലിഖാ ഗയാ ഹെ, എടുത്തതാണ്, എഴുതിയതാണ്. നോക്കൂ, അംഗ്രേസോംനെ, ഇംഗ്ലീഷുകാർ, ദില്ലി മീം, ഡൽഹിയിൽ, ആത്തേ ഹി, വന്നപ്പോൾ തന്നെ, എത്തിയപ്പോൾ തന്നെ, സീധേ സാദേ, നിഷ്കളങ്കരായ, ലോകോം കോ, ജനങ്ങളെ, മാർന ശുരു കർദിയ, കൊല്ലാൻ ശുരു കർദിയ, ആരംഭിച്ചു. ഉനോംനെ, അവർ, ഗരീബോം കെ ഘർ ബി, പാവപ്പെട്ടവരുടെ ഘർ ബി, വീടുകൾ പോലും, ജലാ ദിയെ, കത്തിച്ചു കളഞ്ഞു. ഗോരോം കെ ഡർ സെ, ഗോര എന്ന് പറഞ്ഞാൽ വൈറ്റ്, വെള്ളക്കാർ, ഗോരോം കെ, വെള്ളക്കാരുടെ, ഡർ സെ, ഭയം കൊണ്ട്, ദില്ലി വാലോമേം, ഡൽഹി നിവാസികളിൽ, ഭഗ്ദഡ് മച്ച് ഗയി, ഭയന്ന് പേടിച്ച് പലായനം ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഡൽഹി വാസികളൊക്കെ വെള്ളക്കാരെ ഭയന്നുകൊണ്ട് അവിടെ
പാലായനം ആരംഭിച്ചു. തൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് നാട് വിട്ടുകൊണ്ട് രക്ഷപ്പെടാൻ തുടങ്ങി. ഭൂരിഭാഗം ആളുകളും പാലായനം തുടങ്ങി. പാലായനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നാട്ടിൽ നമുക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ തൽക്കാലം അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് രക്ഷപ്പെടുക. ഒരുപക്ഷെ പിന്നെ ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തന്നെ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഈ രീതിയിലാണ് ഈ ബ്രിട്ടീഷുകാരുടെ ആഗമനം ഉള്ള സമയത്ത് ഡൽഹി നിവാസികളുടെ അവസ്ഥ എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അപ്നി അപ്നി ജാൻ ബച്ചാക്കർ, ഓരോരുത്തരും അപ്നി അപ്നി തങ്ങളുടേതായ അല്ലെങ്കിൽ സ്വയം, ജാൻ ജീവൻ, ബച്ചാക്കർ രക്ഷപ്പെടുത്തിയിട്ട്, വേ അവർ, ഭാഗ് നിക്കലെ അവിടെ നിന്ന് ഓടി ഒളിച്ചു അല്ലെങ്കിൽ അവിടെ ഓടി പുറപ്പെട്ടു എന്നൊക്കെ അർത്ഥം വെക്കാം. ജിസ് ഗലീമേം, ഏതൊരു തെരുവിലാണോ മേ രഹ്താ ഹൂം ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജിസ് എന്നതിന് ഏതൊരു എന്നും ആ എന്നും അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നോക്കൂ, ജിസ് ഗലീമേ മേ രഹ്താ ഹൂം, ഏതൊരു തെരുവിലാണോ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്, ഉസ്മീം അതിൽ, സിർഫ് കേവലം, 10-12 ഒരു 10-12 ഘർ ധേ വീടുകൾ ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന തെരുവിൽ 10-12 വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗലീമേം ആ തെരുവിലേക്ക്, ഗുസ്നേക പ്രവേശിക്കാനുള്ള, സിർഫ് ഏക് ഹി രാസ്ത ഥ കേവലം, ഏക് ഹി രാസ്ത ഒരേ ഒരു വഴി ഥ ഉണ്ടായിരുന്നുള്ളൂ. വഹാം അവിടെ, കോയി യാതൊരു, കുആം നഹീത കിണർ പോലും, നഹീത ഉണ്ടായിരുന്നില്ല. 12 വീടുകൾ അടങ്ങുന്ന ഈ കോളനിയിൽ കുടിവെള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പുറമേ നിന്ന് ഒരുപാട് അകലെ ചെന്നുകൊണ്ട് വെള്ളം ശേഖരിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യമായിരുന്നു. ജോ ലോഗ് ഏത് ആളുകളാണോ, ഭാഗ് നെഹി പായേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ജോ ലോഗ് ഏതൊരു ആളുകൾക്കാണോ, ഭാഗ് നെഹി പായേ ഒളിച്ചോടാൻ കഴിയാതിരുന്നത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള യുവാക്കളായ ആളുകളൊക്കെ ബ്രിട്ടീഷുകാരെ ഭയന്നുകൊണ്ട് ജീവനും കൊണ്ട് ഒളിച്ചോടി. എന്നാൽ ചെറിയ കുട്ടികളും പ്രായം ചെന്ന ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്ത് തന്നെ ബ്രിട്ടീഷുകാരെ ഭയന്നുകൊണ്ട് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങുകയാണ്. ആ ഒളിച്ച് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്. അതിൽപ്പെട്ട ആളായിരുന്നു മിർസ ഗാലിബ്. അദ്ദേഹത്തിന് ഒളിച്ചോടാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ആളുകൾ, അതാണ് ജോ, ആർക്കാണ്, ഏതൊരാളുകൾക്കാണോ, ഏത് ജനങ്ങൾക്കാണോ ഭാഗ് നെഹി പായേ ഒളിച്ചോടാൻ കഴിയാതിരുന്നത്, ഉൻ സബ് ആ ആളുകളെല്ലാവരും കൂടി, ആ ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത അവരെല്ലാവരും, മിൽക്കർ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഗലി കാ ദർവാസ അവരുടെ തെരുവിൻ്റെ വാതിൽ, ദർവാസ വാതിൽ, ഭീത്തർ സേ അകത്ത് നിന്നും, ബന്ദ് കർദിയ അടച്ചു. കാരണം ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ അവരുടെ കോളനിയുടെ വാതിൽ അടച്ചുകൊണ്ട് വലിയ ഒരു കല്ല്, പെട്ടെന്ന് തുറക്കാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു കല്ല് അവിടേക്ക് നീക്കി വെക്കുകയാണ്. എന്നിട്ട് വഹാം അവിടെ, പത്ഥർ സ്റ്റോൺ കല്ല്, റഖ്ദിയ വെക്കുകയും ചെയ്തു. മനസ്സിലാക്കുക, അവർ തൽക്കാലത്തേക്കുള്ളൊരു രക്ഷയാണ്. അവർ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടായിരിക്കാം പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ, പെട്ടെന്ന് വാതിൽ തുറക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ ഒരു പാറക്കല്ല് എല്ലാവരും കൂടി തള്ളിക്കൊണ്ട് അവിടെ വാതിലിൻ്റെ ഭാഗത്ത് വെക്കുകയാണ്. ഖറോമീം വീടുകളിലെ അവസ്ഥയാണ് ഇനി പറയുന്നത്. അങ്ങനെ താമസിക്കുന്നവരുടെ അവസ്ഥ, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കുടിവെള്ളം ശേഖരിക്കാൻ കഴിയുന്നില്ല, അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഭക്ഷണം ഓരോ ദിവസവും ഉപയോഗിച്ചുകൊണ്ട് കുറയുകയാണ്. ഖറോമീം ആ വീടുകളിൽ, ഖാനെ പീനേക്ക ഖാന ഭക്ഷണം, പീന എന്ന് പറയുമ്പോൾ ഖാനക്ക് രണ്ടർത്ഥമുണ്ട്. ഭക്ഷണം എന്നും ചിലപ്പോൾ തിന്നുക എന്നും അർത്ഥമുണ്ട്. പീന എന്ന് പറയുമ്പോൾ കുടിക്കുക. പക്ഷേ ഇടയിൽ ഐഫൺ ഇട്ട് കൊടുക്കുമ്പോൾ ഖാന പീന എന്ന് പറയുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നാണ് അർത്ഥം വെക്കേണ്ടത്. ഖാനെ പീനേക്ക കഴിക്കാനുള്ള, ജിത്ന സാമാൻ എത്ര സാധനങ്ങളാണോ ധ ഉണ്ടായിരുന്നത്, ആ വീടുകളിൽ അവർക്ക് കഴിക്കാനുണ്ടായിരുന്ന സാധനങ്ങൾ എത്രയാണോ ഉണ്ടായിരുന്നത്, അത് ധീരെ ധീരെ പതുക്കെ പതുക്കെ ഖത്മ് ഹോനെ ലഗ അവസാനിക്കാൻ തുടങ്ങി. അറബിയിലെ ഖത്തം ഖത്മ് ഹോനെ ലഗ അവസാനിക്കാൻ തുടങ്ങി. അത് ഉറപ്പാണല്ലോ. ഓരോ ദിവസവും അല്പാൽപ്പം ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ അത് കുറയാൻ തുടങ്ങും. എടുക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ഭയമായിരിക്കും, ഇനി എന്തു ചെയ്യും. അങ്ങനെ അല്പാൽപ്പമായി കുറയാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിഖത്ത് ദി, വെള്ളത്തിൻ്റെ ബഡി ദിഖത്ത് വലിയ പ്രയാസം അവർക്ക് ഉണ്ടായിരുന്നു.
ലോക ജനങ്ങൾ ബഡി സാവധാനീസെ വളരെ ശ്രദ്ധയോടെ ആഹിസ്ത ആഹിസ്ത പതുക്കെ പതുക്കെ അല്പമായി കൊണ്ട് ഉസ്പാനീക്കോ ആ വെള്ളത്തെ, അവരുടെ കയ്യിൽ എത്രയാണോ വെള്ളമുള്ളത് ആ വെള്ളത്തെ പി രഹേദേ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അധികം ദാഹമുണ്ടെങ്കിലും അല്പവെള്ളം കൊണ്ട് അവരുടെ ദാഹം ശമിപ്പിക്കുകയായിരുന്നു. ലേഖിൻ പക്ഷേ ആഖിർ ഘാർ അവസാനം ഘടേബി ആ കുടം പോലും എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം സൂക്ഷിച്ചിരുന്ന ഓരോ കുടങ്ങളുണ്ട്. ആ കുടത്തിൽ നിന്ന് വെള്ളം കുടിച്ച് അവസാനം ആ കുടവും ഖാലി ഹോഗയെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അവസാനത്തെ കുടവും വെള്ളം തീർന്നുപോയി, അതും ഖാലിയായി പോയി. ഐസേമേം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗലീമേ രഹ്നെ വാലെ ആ തെരുവിൽ താമസിച്ച ആളുകളുടെ അവസ്ഥ പറയാം. ഉസ് ഗലീമേ രഹ്നെ വാലെ ദോ ദിൻ और 2 रात तक भूखे प्यासे समय काटते रहे. നോക്കണം, അവരുടെ ഭക്ഷണവും വെള്ളവുമൊക്കെ തീർന്ന സമയത്ത് ഐസേമയും അങ്ങനെ അവർ ഗലീമയും ആ തെരുവിൽ രഹ്നേവാലെ താമസിച്ചത് എങ്ങനെയാണ്? 2 ദിൻ 2 ദിവസം, 2 ദിൻ രാത്ത് എന്ന് ഒരുമിച്ച് വരുമ്പോൾ ദിൻ എന്നതിനിക്ക് പകൽ എന്നർത്ഥം വെക്കാം, രാത്രി എന്നതിനിക്ക് രാത്രി എന്നർത്ഥം വെക്കാം. 2 പകലും 2 രാത്ത് 2 രാത്രിയും തക് വരെ ഭൂക്കെ പ്യാസെ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് സമയം രഹേ സമയം ചെലവഴിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. കാരണം 2 പകലും 2 രാത്രിയും വെള്ളവും തീർന്നു, ഭക്ഷണവും തീർന്നു. അങ്ങനെ ഒരു അല്പം പോലും ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ 2 പകലും 2 രാത്രിയും ആ പ്രായം ചെന്ന ആളുകളും ചെറിയ കുട്ടികളും അവിടെ തള്ളി നീക്കി എന്നാണ് പറയുന്നത്. ലേക്കിൻ പക്ഷേ ജബ് എപ്പോഴാണോ പ്യാസ് ദാഹത്തെ ബർദാശ്ത് നഹി ഹുയി എന്ന് പറഞ്ഞാൽ ബർദാശ്ത് പറഞ്ഞാൽ ക്ഷമിക്കുക, സഹിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ദാഹം സഹിക്കാൻ കഴിയാതായി മാറിയത്, അല്ലെങ്കിൽ ആ ദാഹത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നത്, ആ സമയത്ത് പരേഷാൻ ലോകോംനെ വിഷമിച്ച പ്രയാസത്തിലായ ബുദ്ധിമുട്ടിലായ ലോകോംനെ ജനങ്ങൾ ഖലേ കാ ദർവാസ ആ തെരുവിൻ്റെ വാതിലുകൾ അല്ലെങ്കിൽ വാതിൽ ഖോൽ ദിയ തുറക്കുകയാണ്. ആ അടച്ചിട്ട വാതിൽ അവർ തുറക്കുകയാണ്. ജീവൻ പോകുന്നെങ്കിൽ പോവട്ടെ, വെള്ളം കിട്ടാതെ മരിച്ചു പോകുമല്ലോ എന്ന് കരുതി അവർ തന്നെ അടച്ചിട്ട വാതിൽ അവർ തുറന്നു. അവർ പാനീക്കി തലാഷ്മേം വെള്ളത്തിൻ്റെ അന്വേഷണത്തിൽ ബർത്തൻ ലേഖർ ഒരു പാത്രം എടുത്തുകൊണ്ട് നിക്കൽ പടേ അവിടെ നിന്ന് പുറപ്പെട്ടു. ലേഖിൻ പക്ഷേ പാനീത്തോ വെള്ളമാണെങ്കിലോ ദൂർ തക്ക് ഒരുപാട് ദൂരെ വരെ കഹീം നഹീഥ എവിടെയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് അകലം വരെ പോയിട്ടും ഒരൽപ്പം വെള്ളം പോലും കിട്ടിയില്ല എന്നാണ്. അങ്ങനെ ഷോറാ ബാറൂദ് ബനാനേക്കെ കാമേ ആത്താ ഹേ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് അവിടെ വെടിമരുന്നുണ്ടാക്കുന്ന കാര്യം അറിയാം. ഒരു വെടിമരുന്ന് ശാലയുണ്ട്, അതിൽ നിന്ന് പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ആ വെടിമരുന്ന് ശാലയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരല്പം വൃത്തികെട്ട വെള്ളം, അവർ വെടിമരുന്നൊക്കെ കലക്കിയ വെള്ളത്തെ അവിടെ കാണാൻ സാധിച്ചു. ആ വെടിമരുന്ന് കലക്കിയ ദുർഗന്ധം വമിക്കുന്ന ഒരല്പം പോലും കുടിക്കാൻ കഴിയാത്ത വിഷം കലർന്ന ഈ വെള്ളമാണ് അവർ കണ്ടത്. ആ കിട്ടിയ വെള്ളവുമായിട്ടാണ് അവർ വരുന്നത്. നോക്കണം, ഷോറാ ബാറൂദ് ബനാനേക്കെ, ഷോറാ ബാറൂദ് വെടിമരുന്ന്, ഗൺ പൗഡർ, ബനാനേക്കെ കാമേം ഉണ്ടാക്കുന്ന ജോലി, ആത്താഹെ അവർക്കറിയാം എന്ന് പറഞ്ഞാൽ അവർ ആ ജോലിയിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ ഉസി ഷോറേ കാ പാനി, അതേ ഷോറേ കാ പാനി ആ വെടിമരുന്ന് കലക്കിയ വെള്ളം ജബ് എപ്പോഴാണോ ആസ്പാസ് മിലാത്തോ അവരുടെ തൊട്ടടുത്തായി കണ്ടത്, അവർ വെടിമരുന്ന് ശാലയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ അവരുടെ അടുത്തായിട്ട് ആ അല്പം വെടിമരുന്നൊക്കെ കലക്കിയ വൃത്തികെട്ട വെള്ളം അവർ കണ്ടപ്പോൾ ഗലീവാലെ ഉസ്പാനീക്കോ ആ തെരുവുവാസികൾ എന്തു ചെയ്തു? ഉസ്പാനീക്കോ ആ വെള്ളത്തെ ഗറോമേം അവരുടെ വീടുകളിലേക്ക് ലേ ആയെ കൊണ്ടുവന്നു. വൈസേ അങ്ങനെ സഹരീലെ പാനി, സഹർ എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ്, പോയ്സൺ. ആ സഹരീലെ പാനിക്കോ വിഷം കലർന്ന വെള്ളത്തെ പീക്കർ ഹി കുടിച്ചിട്ട് തന്നെയാണ് ഉന്നോംനെ അവർ
പ്യാസ് ബുഛായി, ദാഹം ശമിപ്പിച്ചത്. നോക്കണം, മിർസ ഗാലിബും തൻ്റെ കൂട്ടരും അന്ന് തൻ്റെ ജീവൻ നിലനിർത്താൻ വിഷം കലർന്ന വെള്ളമാണ് കുടിക്കുന്നത്. അവർക്കറിയാം ഒരു പക്ഷേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടാം. എങ്കിലും ദാഹം സഹിക്കാൻ കഴിയാതെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ വിഷം കലർന്ന വെള്ളമാണ് അവർ കുടിച്ചത്. വഹ് പാനി, ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ്? ആ വെള്ളം ഇച്ന ഖഡുവ, ഇത്രമാത്രം കൈപ്പേറിയതും, അതുപോലെ ബദ്ബൂദാർ, ബദ്ബു എന്ന് പറഞ്ഞാൽ ദുർഗന്ധം എന്നാണ്. ഖുഷ്ബു എന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് സുഗന്ധം. ബദ്ബൂദാർ അതായത് ദുർഗന്ധം വമിക്കുന്നതും ആയിരുന്നു. കി എത്രത്തോളം എന്നാൽ ലഗ, അവർക്ക് തോന്നി, ആ വെള്ളം കുടിക്കുന്ന ഇത്ര വൃത്തികെട്ടതും അതുപോലെ തന്നെ വളരെ കൈപ്പേറിയതുമായി വെള്ളം കുടിക്കുന്ന സമയത്ത് ലഗ അവർക്ക് തോന്നിയത്രേ, ജയ്സേ അപ്രകാരം, പാനി നഹി, ഇത് വെള്ളമേ അല്ല, ഞങ്ങൾ കുടിക്കുന്നത് വെള്ളമല്ല എന്നവർക്ക് കുടിക്കുന്ന സമയത്ത് അറിയാമായിരുന്നു. മൗത്ത് പീ രഹി ഹോ, ഞങ്ങൾ കുടിക്കുന്നത് മരണത്തെയാണ്. ഇത് കുടിക്കുന്നതോടെ ഞങ്ങൾ മരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഈ പാത്രത്തിലുള്ള വെള്ളം സത്യത്തിൽ വെള്ളമല്ല, ഞങ്ങൾ മരണത്തെ കുടിക്കുന്നു എന്ന ഒരു തോന്നലോടുകൂടിയാണ് അവർ ഈ വെള്ളത്തെ കുടിച്ചത്. നോക്കണം അവരുടെ പ്രയാസം എത്രത്തോളമായിരുന്നു എന്നത് ഇവിടെ ഒരു സൈഡ് ബോക്സിൽ തന്നെ പറയുന്നുണ്ട്. ലഗ തോന്നി, ജയ്സെ പാനി നഹി, എപ്രകാരം, ജയ്സെ എപ്രകാരം എന്നാൽ പാനി നഹീം, ഇത് വെള്ളമല്ല, മൗത്ത് പീ രഹി ഹോ, മരണമാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. യഹാം ഇവിടെ കിസ് ഹാലത് കി ഓർ സങ്കേത് ഹെ, ഏത് അവസ്ഥയിലേക്കാണ് സങ്കേത് ഹെ സൂചന നൽകുന്നത്. യഹാം ഇവിടെ നോക്കൂ, യഹാം ഗലി വാലോം കി ഹാലത്ത് ബഹുത് മുഷ്കിൽ ഔർ ദയനീയ ഥി, തെരുവുവാസികളുടെ അവസ്ഥ വളരെ പ്രയാസകരവും അതുപോലെ തന്നെ വളരെ ദയനീയവും ആയിരുന്നു. ദോ ദിൻ ഔർ ദോ രാത്ത് തക്ക്, 2 പകലും 2 രാത്രിയും വരെ, പാനി കെ ബിന ഔർ ഭോജൻ കെ ബിന, രണ്ടും കൂടി ഒരുമിച്ച് പറയാം, പാനി ഔർ ഭോജൻ കെ ബിന, വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവുമില്ലാതെ രഹ്ന പട, അവർക്ക് താമസിക്കേണ്ടി ജീവിക്കേണ്ടി വന്നു. അന്തിമേം അവസാനം അപ്നി പ്യാസ് ബുഛാനെ കെ ലിയെ, തൻ്റെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഷോറേ കാ പാനി, ആ വെടിമരുന്നിൻ്റെ വെള്ളത്തെ, ഷോറേ കാ പാനിക്കോ, വെടിമരുന്നിൻ്റെ വെള്ളത്തെ പീന പട, കുടിക്കേണ്ടി വന്നു. വോ പാനി പീത്തെ സമയ, ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ഉൻകോ ലഖ, അവർക്ക് തോന്നി, യേ പാനി പീനെ കെ ബാദ്, ഈ വെള്ളം കുടിച്ചതിൻ്റെ ശേഷം ഹം ജിന്ദാ നഹി രഹേഗ, ഞങ്ങൾ ജീവിക്കുകയില്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ട്. അത് അവരുടെ ഒരു ദയനീയമായ അവസ്ഥയാണ്. പിന്നെ നോക്ക് നിങ്ങൾ, അങ്ങനെ പ്രയാസപ്പെട്ടവർ കഴിച്ചുകൂട്ടി. പിന്നെ ദൈവം അവരോട് വല്ലാത്ത കനിവ് കാണിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം അപ്രതീക്ഷിതമായി മഴ പെയ്യുകയാണ്. ഏക് ദിൻ, ഒരു ദിവസം ബർസാത്ത് ഹുയി, മഴയുണ്ടായി. ഖൂബ് പാനി ബർസ, ധാരാളമായി, പാനി ബർസ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു എന്ന് തന്നെയാണ്, ധാരാളമായി മഴ പെയ്തു. ഹംനെ, ഞങ്ങൾ, ഏക് ചാദർ, ഒരു വിരിപ്പ്, കട്ടിയുള്ള ഒരു വിരിപ്പ്, ബാന്ത്ലി ഔർ, ബാന്ത്ലി കെട്ടുകയും, ഏക് മടക്ക, ഒരു വലിയ മൺകുടത്തെ, ഉസ്കെ നീച്ചെ, ആ വിരിപ്പിൻ്റെ താഴെ, റഖ്ദിയ, വെക്കുകയും ചെയ്തു. വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ശുദ്ധമായ വെള്ളത്തെ ഞങ്ങൾ ശേഖരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ കിട്ടിയ വെള്ളമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. വഹ് പാനി ഹി, ആ വെള്ളം തന്നെയായിരുന്നു, ഉസ് വഖത്ത്, ആ ടൈമിൽ, ഹമാരെ ലിയെ, കേലിയെ എന്നതിനിക്ക് വേണ്ടി എന്ന് മാത്രമല്ല സംബന്ധിച്ച് എന്നർത്ഥമുണ്ട്. ഹമാരെ ലിയെ, ഹം പ്ലസ് കേലിയെ എന്നതാണ് ഹമാരെ ലിയെ. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് സബ്സെ ബഡി ദൗലത്ത്, ഏറ്റവും വലിയ ദൗലത്ത് ധി, സമ്പത്തായിരുന്നത്. അന്ന് ഞങ്ങളോട് ഏറ്റവും വില കൂടിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറയുമായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയ വെള്ളം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനമെന്ന് ഞങ്ങൾ സമ്മതിക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രയാസം കടന്നു വന്നത് ഏകദേശം ഒക്ടോബർ 5, 1857 എന്താണ് ആ സംഭവം പറയുന്നത്? അസലി മുസീബത്ത്, യഥാർത്ഥ മുസീബത്ത്, ദുരിതം, പ്രയാസം. 5 അക്ടോബർ 5, 1857 1857 ആയി ഞങ്ങളിലേക്ക് വന്നു.
ജബ് അപ്പോൾ കുച്ച് അംഗ്രേസ് കുറച്ച് ഇംഗ്ലീഷുകാർ മേരെ ഘർമേ എൻ്റെ വീട്ടിലേക്ക് ഘുസ് ആയെ കടന്നു വന്നു. ഉനോംനെ അവർ മേരെ സാത്ത് എൻ്റെ കൂടെ മേരെ ദോനും ബച്ചോം എൻ്റെ 2 കുട്ടികളെയും നൗക്കറും കെ സാത്ത് എൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന വേലക്കാരെയും സാത്ത് ഹി കൂടെ തന്നെ കുച്ച് പടോസിയോം കോബി കുറച്ച് അയൽവാസികളെയും ഗിരഫ്താർ കർ അറസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗിരഫ്താർ കർ ലിയ അറസ്റ്റ് ചെയ്തു. എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളുകളെയും അതുപോലെ തന്നെ എൻ്റെ അയൽവാസികളെയും അറസ്റ്റ് ചെയ്തു. വഹാംസെ അവിടെ നിന്നും കുച്ച് ദൂരി പർ അല്പം ദൂരെ കേണൽ ബ്രൗൺ നാം കാ എക് അംഗ്രേസ് അഫ്സർ ഥാ. അവിടെ നിന്നും അല്പം ദൂരെ ചെന്നാൽ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ വീടുണ്ട്. അവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. കേണൽ ബ്രൗൺ നാം കാ, കേണൽ ബ്രൗൺ എന്ന് പേരുള്ള ഏക അംഗ്രേസ് അഫ്സർ ഥാ, ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഥാ ഉണ്ടായിരുന്നു. ഗിരഫ്താർ കിയേ ഗയേ ലോഗ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ലോഗ് ജനങ്ങൾ, ഏക് ഏക് കർ ഓരോരുത്തരായി, ഉസ്കെ സാമ്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ, പേഷ് കിയാ ജാ രഹേ ദേ അവരുടെ മുന്നിൽ, പേഷ് കിയ ജാ രഹേ ദേ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയും അദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രൗൺ കാ ചെഹര, കേണൽ ബ്രൗണിന്റെ മുഖം, സുർഖ്ദ നല്ല രക്തത്തിന്റെ നിറമായിരുന്നു. ആംഖേം ഭി കണ്ണുകൾ പോലും ലാൽ ലാൽ ധീം ചുവന്നതായിരുന്നു. ഉസ്കി ഊഞ്ചായി അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ചഹ് ഫൂട്ട് സേബി 6 അടിയേക്കാളും ജ്യാദാധി അധികമായിരുന്നു. ഉസ്നെ അവൻ മുജ്സെ എന്നോട് പൂച്ച ചോദിച്ചു, ആപ് ക്യാ കർത്തെ ഹെ താങ്കൾ എന്ത് ചെയ്യുന്നു? മേനെ കഹ ഞാൻ പറഞ്ഞു, ഉറുദുമേം ഉറുദുവിൽ കവിത ലിഖ്താഹും കവിത എഴുതുന്നു. ഉടനെ അദ്ദേഹം ചോദിച്ചു, തോ എങ്കിൽ തും പോയിറ്റ് ഹോ നിങ്ങൾ കവിയാണോ? ഉസ്നെ കഹ അദ്ദേഹമാണ് ചോദിക്കുന്നത്, അവനാണ് ചോദിക്കുന്നത്. മേനെ ഞാൻ സിർ ഹിലാക്കർ തലയാട്ടിക്കൊണ്ട് ഹാമി ബരി അത് സമ്മതിച്ചു. ഹാ അതെ ഞാനൊരു കവിയാണ്. മേരെ ജവാബ് സേ എൻ്റെ മറുപടി കേട്ടതോടെ ബ്രൗൺ കോ കേണൽ ബ്രൗണിന് ഖുഷി ഹുയി വല്ലാത്ത സന്തോഷമുണ്ടായി. ഉസ്നെ അവൻ അപ്നെ സിപ്പാഹിയും കോ ഹുക്കും ദിയ തൻ്റെ സിപ്പാഹിയും കോ പട്ടാളക്കാർക്ക് ഹുക്കും ദിയ ആജ്ഞ നൽകി. ഇൻകോ ഇവരെ ഇസ്സത്ത് കെ സാത്ത് അഭിമാനത്തോടെ, ഇങ്ങോട്ട് അപമാനിച്ചു കൊണ്ടാണ് കൊണ്ടുവന്നതെങ്കിൽ തിരിച്ച് അഭിമാനത്തോടെ ഘർ വാപ്പസ് ചോഡ് ആവോ അവരുടെ വീട്ടിൽ വാപ്പസ് തിരികെ ചോഡ് ആവോ വിട്ടിട്ട് നിങ്ങൾ വരൂ, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരൂ എന്ന് കൽപ്പിച്ചു. മേനെ ഞാൻ കേണൽ ബ്രൗൺ സേ കേണൽ ബ്രൗണിനോട് നിവേദൻ കിയ അപേക്ഷിച്ചു, റിക്വസ്റ്റ് നടത്തി. കി എന്തെന്നാൽ മേരെ സാത്ത് എൻ്റെ കൂടെ ഗിരഫ്താർ കിയേ ഗയേ പടോസി അറസ്റ്റ് ചെയ്യപ്പെട്ട അയൽവാസികളും ബേഹദ് അങ്ങേയറ്റം സീതേ സാധേ ലോഗ് ഹേ നിഷ്കളങ്കരായ ആളുകളാണ്. ഉനേംഭി അവരെയും റിഹാ കർ ദിയാ ജായ് നിങ്ങളൊന്ന് വെറുതെ വിടണേ. യേ ലോഗ് ബി കവിത കർത്തെ ഹേ ഇവരും കവിത എഴുതുന്നവരാണ്. മേനെ കഹ ഞാൻ പറഞ്ഞു. അങ്ങനെ കേണൽ ബ്രൗൺ ഉൻകോ ബി അവരെയും ഘർ ജാനെ കി വീട്ടിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അവർക്കും വീട്ടിലേക്ക് പോകാനുള്ള ഇജാസത്ത് ദേദി പെർമിഷൻ നൽകി. ഇസ് തരഹ് ഇതുപോലെ കവിതയ്ക്ക് കവിതയുടെ കാരണത്താൽ ഉസ് റോസ് ആ ദിവസം, റോസ് എന്ന് പറഞ്ഞാൽ ദിവസവും, അതുപോലെ ഡേ എന്നും ഡെയിലി എന്നും അർത്ഥമുണ്ട്. ചില സ്ഥലത്ത് ദിവസം എന്നാണെങ്കിൽ ചില സ്ഥലത്ത് ദിവസവും എന്നർത്ഥമുണ്ട്. ഇവിടെ ദിവസം. ആ ദിവസം കരീബ് ഏകദേശം 50 ആത്മീയോം കി ജാനേം 50 ആളുകളുടെ ജീവനാണ് ബച്ച് ഗയീം രക്ഷപ്പെട്ടത്. ഒരു സൈഡ് ബോക്സ് നോക്കൂ. ഇൻകോ ഇവരെ ഇസ്സത്ത് കെ സാത്ത് അഭിമാനത്തോടുകൂടി ഘർ വാപ്പസ് ചോടാവോ വീട്ടിൽ വാപ്പസ് ചോടാവോ തിരിച്ചു കൊണ്ടാക്കിയിട്ട് വരൂ. ബ്രൗൺ കെ കേണൽ ബ്രൗണിന്റെ സ്വഭാവത്തിന്റെ കോൺസി വിശേഷത
ഏത് വിശേഷണം, കോൻ എന്ന് പറഞ്ഞാൽ ആര്, കോൻസി എന്ന് പറഞ്ഞാൽ ഏതൊരു വിശേഷണമാണ് യഹാം ഇവിടെ പ്രകട് ഹോത്തി ഹെ പ്രകടമാകുന്നത്. നമുക്കറിയാം കേണൽ ബ്രൗൺ കവിമാരെയും കവിതയും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. അവരൊരിക്കലും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വ്യക്തമായിട്ട് പറയാം, കേണൽ ബ്രൗൺ കവിത കോ ബഹുത്ത് പസന്ത് കർത്തേ ഥേ, കവിതയെ വളരെയധികം ഇഷ്ടപ്പെടുമായിരുന്നു. അവർ കവിയോ കോ ബഹുത്ത് പ്യാർ ഔർ ആദർ കർനെ വാലാ ഥേ, അദ്ദേഹം കവിമാരെ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത. ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ടിൽ ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പാർട്ടിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ധന്യവാദ്.